നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സ്ത്രീകൾ മനസ്സു കാണിക്കാത്തതുകൊണ്ടല്ലേ കേസുകൾ അവസാനിപ്പിക്കുന്നത്? അതിൽ സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്തും എന്ന് പറയുന്ന നിഷ്കളങ്കരെ, നിങ്ങൾ സാന്ദ്രയ്ക്ക് സംഭവിക്കുന്നത് എന്തെന്ന് കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, കൊലവിളി ആരുടെ ബലത്തിൽ? സാന്ദ്ര തോമസ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാന്ദ്രയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ശബ്ദ സന്ദേശം, ആ ഭീഷണി സന്ദേശം ഒന്ന് കേൾക്കാം. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞാൽ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പൊ ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സാന്ദ്ര എന്തിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവൂ. അത് ഇവൾ എഴുതി ഒപ്പിട്ട് വെച്ചോ, ഇത്ര പറയാനുള്ളൂ. സാന്ദ്ര തോമസ് തത്സമയം ചേരുന്നുണ്ട്. സാന്ദ്ര, സ്വാഗതം. ഇന്ന് ഫെഫ്കയിൽ നിന്ന് ഈ വ്യക്തിയെ, റെനി ജോസഫിനെ പുറത്താക്കിയിട്ടുണ്ട്, അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടിയെ സാന്ദ്ര എങ്ങനെയാണ് കാണുന്നത്? ഫെഫ്ക ഇന്ന് സ്വീകരിച്ച നടപടി തീർച്ചയായിട്ടും അതൊരു കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്ന ഒരു നടപടിയാണ്. ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് വളഞ്ഞിട്ട ആക്രമണമാണ്. അത് വളരെ കാലങ്ങളായി മലയാള സിനിമയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് മലയാളികൾ അറിയാവുന്നതുമാണ്. മീഡിയ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതിനു മുമ്പും എന്നെപ്പോലെ ശബ്ദമുയർത്തിയ മറ്റു പലരെയും വളഞ്ഞിട്ട് ആക്രമിച്ചേക്കുന്നത് നമുക്ക് മുന്നിൽ എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ കേസിൽ പോലും എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാനായിട്ട് മടിയായിരുന്നു. കാരണം ഒരു കേസിൻ്റെ പുറകെ അടുത്ത കേസ്, അതിൻ്റെ പുറകെ അടുത്ത കേസ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഒരു പ്രശ്നക്കാരിയായിട്ട് ചിത്രീകരിക്കുവോ, അല്ലെങ്കിൽ ഞാൻ ഒരു എല്ലാത്തിനും കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരാളായിട്ട് എന്നെ കാണില്ലേ. മാത്രമല്ല, ഇത് ഒരു പുറത്തേക്ക് വിടാൻ പറ്റിയ പോലത്തെ ഒരു വോയിസ് മെസ്സേജും ആയിരുന്നില്ല. അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാനിത് മടിച്ചാണ് ഇരുന്നത് വെച്ചാൽ എനിക്കിത് പുറത്തേക്ക് വിടാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കേസുമായിട്ട് മുന്നോട്ട് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിത് എൻ്റെ ഒരു കേസ് ഓൾറെഡി SIT അന്വേഷിക്കുന്നത് കാരണം ഞാനിത് പൂങ്കുഴലി മാമുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇതെന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ ധൈര്യമുള്ളൊരു സ്ത്രീയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ്, ഈ കാര്യത്തിലും അതുപോലെ തന്നെ ആ സ്റ്റാൻഡ് തന്നെ എടുക്കണം. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് പറഞ്ഞിരിക്കുന്നതും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതും. അപ്പോൾ അത് കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. IT ആക്ട് പ്രകാരം അയാളെ അകത്ത് ഇടേണ്ട കേസാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുക്കുന്നതും. പക്ഷേ കേസ് കൊടുത്തതിന് ശേഷം ഞാൻ കമ്മീഷണർക്കാണ് മെയിൽ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് വന്ന് FIR ഇട്ടു. അപ്പോഴും ബെയിലബിൾ ഒഫൻസാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. ബെയിലബിൾ ഒഫൻസ് ഇട്ടു, ഓക്കെ. എന്നാൽ പോലും ഈ കഴിഞ്ഞ 2.5 മാസത്തിനുള്ളിൽ, ഇപ്പം 2.5 മാസമായി, ഇതുവരേക്കും ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല. ഇപ്പം ഇന്നലെ രാവിലെ ഞാൻ അവരെ വിളിച്ച് എന്താ ഇതിൻ്റെ അപ്ഡേറ്റ്, ഞാൻ പല പ്രാവശ്യം തലേ ദിവസവും അതിന് മുന്നത്തെ ദിവസവും ഒക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ ഞാൻ SIT വിളിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷമാണ് ഇവർ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അന്വേഷിക്കാൻ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നില്ല, എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പോൾ പാലക്കാട് ചെന്താമരയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ഇതുപോലെ തന്നെ ഉണ്ടായതല്ലേ? അവിടെ അവരെ 2 പേര് കൊലപാതകം പോലീസിനെ അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ പറയുന്ന റെനി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ പലപ്പോഴും കൊലവിളി നടത്തിയിട്ടുള്ള ആളാണ് എന്ന് ഫെഫ്ക തന്നെ സമ്മതിക്കുന്നു. ഈ വ്യക്തി എന്നെ അന്ന് രാത്രി ഈ മദ്യലഹരിയിൽ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ, പിന്നീടാണെങ്കിലും ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ആരും ഉത്തരം പറഞ്ഞാൽ എനിക്കോ എൻ്റെ ഫാമിലിക്കോ അല്ലേ ഇവിടെ നഷ്ടം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാ സൈഡിൽ നിന്നും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണല്ലോ, റെനി ജോസഫ്. അയാൾക്ക് അതിനു മാത്രം ഒരു ശക്തിയുള്ള ആളാണോ? അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് പോലീസ് അനങ്ങാതെ ഇരുന്നത്?
തീർച്ചയായിട്ടും പിന്നിൽ ആൾക്കാരുണ്ടല്ലോ. കാര്യം ഞാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് അതിൽ FIR ഇട്ടിട്ടുണ്ട്. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ നടന്നതായി, അതായത് എന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫെഫ്ക മെമ്പേഴ്സിൽ നിന്ന് പലരിൽ നിന്നും എനിക്ക് വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെപ്പറ്റി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മോശം സ്ത്രീയാണ്, ഞാൻ കള്ളിയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നു. അതിന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. അതിന് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനും അന്വേഷണം എവിടെയും എത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ആൾക്കാർ തന്നെ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ കംപ്ലൈൻ്റ് ഒന്നും ഞങ്ങൾക്കൊന്നുമല്ല, ഞങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണല്ലോ. ഇതേ വ്യക്തികൾ, അതായത് ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടറും ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന രണ്ട് ഡയറക്ടേഴ്സാണ്, ഫെഫ്ക മെമ്പേഴ്സ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ്. അതിൽ ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ ഫെഫ്കയുടെ ഔദ്യോഗിക പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ വലം കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ്. അദ്ദേഹം എന്നെ പറ്റി വളരെ മോശമായിട്ട് എന്നെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് വരെ വീഡിയോ ഇട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യാൻ പോലും, ആ വീഡിയോ എടുത്ത് മാറ്റാൻ പോലും പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് എന്നോട് പറയുന്നത് വീണ്ടും കംപ്ലൈൻറ്റ് തരാനാണ് പറയുന്നത്. വീണ്ടും ഞാൻ കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാം എന്ന്. അപ്പം ആരെയാണ് ഇവിടെ എന്താ പറയുക, നമ്മൾ മണ്ടന്മാരാണോ ഈ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ? ഞാൻ സത്യത്തിൽ എനിക്ക് മനസ്സിലായത് ഈ മുഖ്യമന്ത്രി പ്രസ്താവിച്ചതനുസരിച്ച് ഇപ്പോൾ SIT രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയുടെ ശേഷം മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ച് മുന്നോട്ട് വന്ന് കംപ്ലൈൻറ്റ് കൊടുത്താണ്. ഞാനൊക്കെ മണ്ടിയായി എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എനിക്കതാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. കാര്യം പോലീസിൻ്റെ സൈഡിൽ നിന്ന് അനാസ്ഥയാണ്. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത സ്ത്രീകൾ മുന്നോട്ട് കേസുമായിട്ട് പോകുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ ഇത്? മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം? കേസിന് പുറകെ കേസായിട്ട് നമ്മളിങ്ങനെ നടത്തണം. ഇതിനെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടാണല്ലോ ഈ കേസ് നടത്തേണ്ടി വരുന്നത്. പകരം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന നടിമാരോട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പറയുന്നത്, മന്ത്രി അടക്കം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നതാണ്. അതായത് മൊഴിയുമായി മുന്നോട്ട് പോകാതെ, ആ കാര്യത്തിൽ കേസിൽ ഉറച്ചു നിൽക്കാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ്. വളരെ പെരിഫറലായ ചോദ്യമാണ് അത് എന്ന് നമുക്ക് ഇപ്പോൾ സാന്ദ്രയ്ക്ക്, ഈ അനുഭവിക്കുന്ന സാന്ദ്രയ്ക്കും ഇത് കണ്ടു നിൽക്കുന്ന നമുക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം അവിടെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം ആ സിനിമയ്ക്കകത്ത്, സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു, അത് സമൂഹത്തിലാകെയും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആരും കേസുമായി മുന്നോട്ട് പോകാത്തത് എന്ന് പകൽ പോലെ ഇവർക്കറിയാം. പക്ഷെ അവരത് പറയുന്നില്ല. സർക്കാരിനെതിരെ ചോദ്യം ചോദിക്കുന്നവർക്കെതിരെയാണ് അവർ നീങ്ങുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ ബന്ധമില്ലാത്തവർ പരോക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയാലും അവരെ പിടിച്ച് ജയിലിലിടും. പക്ഷെ ഇപ്പോൾ ഇത്രയും എവിഡൻ്റ് ആയിട്ട്, ഇത്രയും എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കുകയും രാത്രി 11 മണിക്ക് ശേഷം വിളിച്ച് ഒരു സ്ത്രീയെ വിളിച്ച് കൊലവിളി നടത്തുകയും വളരെ മോശമായ ലൈംഗിക അധിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയെ ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഒരു ബെയിലബിൾ ഒഫൻസ് പോലും അയാളുടെ മേൽ ചാർത്തിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് പിന്നെ എന്ത് സംരക്ഷണമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് സർക്കാർ തരുന്നതെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ത്രീകളുടെ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരാളാണ്. ഇപ്പം ഹേമ കമ്മിറ്റി അടക്കം അദ്ദേഹത്തിൻ്റെ ആർജവം കൊണ്ട് മാത്രമുണ്ടായ ഒരു കാര്യമാണ്. അതൊക്കെ കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇതുപോലുള്ള കേസുകളിൽ ഒരു മെല്ലെപ്പോക്കാണ്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഞാൻ ആരോപിക്കുന്നത് വലിയ ഉന്നതരായ ആളുകൾക്ക് എഗെയിൻസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വീക്കാവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. തീർച്ചയായും ഹേമ കമ്മിറ്റി വലിയ ചരിത്രപരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. അത്തരത്തിൽ ഒരു റിപ്പോർട്ട് അത് ഒരുപാട് നാൾ പൂഴ്ത്തിവെക്കപ്പെട്ടെങ്കിലും അത് ഒടുവിൽ പുറത്തേക്ക് വരുന്നു, പുറം ലോകം കാണുന്നു. പക്ഷേ അവിടെ വച്ച് കാര്യങ്ങൾ നിൽക്കുകയാണ്. സാന്ദ്ര തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വിഷയം നമ്മൾ പരസ്പരം ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അവർ ആ പരാതിയുമായി അതിൽ മൊഴി കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവർ അവരുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. അതുപോലെ എത്രയോ സ്ത്രീകൾ ഉണ്ടാകുമല്ലേ?
സാന്ദ്രയെ പോലെ ഒരു നിർമ്മാതാവിന് ഈ ഗതിയാണെങ്കിൽ, ഇത്തരത്തിൽ വളഞ്ഞിട്ട ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഒരുപക്ഷെ പേടിച്ച് ഈ കേസുകളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അവരൊക്കെ എപ്പോഴേ ഈ മേഖലയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇവിടെ നിൽക്കക്കള്ളി ഇല്ല. അവരെ ഒറ്റപ്പെടുത്തും. അവർക്ക് പിന്നെ പിന്നീട് സിനിമകൾ കിട്ടില്ല. മാത്രമല്ല വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ, കൂടാതെ അവരെ ഒരു മാനസിക നില തെറ്റിയ സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരിയായിട്ടോ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഇതുവരേക്കും എൻ്റെ മാനസിക നില തെറ്റിയതായിട്ട് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. അതും വളരെ അടുത്ത് തന്നെ ഇനി വരാൻ സാധ്യതയുണ്ട്. കാര്യം അതാണ് ഇവരുടെ ഒരു സാധാരണ ഒരു രീതി. അതാണ്, അയാൾക്ക് വട്ടാണ് അല്ലെ അവർക്ക് വട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവർ പറയുന്നതിനെ എതിർത്ത് കഴിഞ്ഞാൽ, ഒരു എതിർ ശബ്ദം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് രീതി. അത് വളരെ കാലങ്ങളായി നടന്നു വന്നൊരു കാര്യമാണ്. അത് ഈ പറയുന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പലരെയും ഭീഷണിപ്പെടുത്തിയതായിട്ട് എനിക്കറിയാം. ആദ്യത്തെ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ശബ്ദമുയർത്തും എന്ന് തോന്നുന്ന ആളുകളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കും. ഗിഫ്റ്റുകൾ കൊടുത്തും മറ്റും ഒക്കെ ആയിട്ട് സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കും. അതിലും വീഴാത്ത സ്ത്രീകളാണെങ്കിൽ ഭീഷണിപ്പെടുത്തും. ഈ ഭീഷണിയിലും വീണില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ എത്രയോ നടന്നു കഴിഞ്ഞിട്ട് എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ എത്രയോ, ഇനിയും എൻ്റെ കയ്യിൽ ഒരുപാട് വോയിസ് റെക്കോർഡുകൾ ഇരിപ്പുണ്ട്. അത് എനിക്ക് ഇതൊക്കെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത്രയും മോശകരമായ കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പം വളരെ അടുത്ത് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇതൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. ഇപ്പോൾ കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം എടുത്ത കേസുകൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നത്. സാന്ദ്ര അടക്കം മൊഴി കൊടുത്ത ആളാണ്. സാന്ദ്രയുടെ വിഷയത്തിലടക്കം ഏത് തരത്തിലുള്ള, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണും എന്ന് പറയുകയുണ്ടായി, അതിനുമപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാന്ദ്ര? ഞാനിപ്പോൾ ഈ പോലീസിൻ്റെ കാര്യത്തിൽ ഇത്രയും നാൾ ഉണ്ടായേക്കുന്ന ഒരു ഗുരുതരമായ വീഴ്ചയാണ്. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസിന് വയസ്സായിട്ടിരിക്കുകയാണ്, പ്രായമായിട്ടിരിക്കുന്ന പേരൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോയി വന്ന് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ സമയവും ഞാനിവിടെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും ഒരു അനാസ്ഥ കാണിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും DGPക്കും വിജിലൻസിനും വനിതാ കമ്മീഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാം കംപ്ലൈൻറ്റ് കൊടുക്കും. ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഇതുപോലെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഇതുപോലെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് സിനിമ തരില്ല എന്ന് പറയുന്നു, എന്നെക്കൊണ്ട് സിനിമ ചെയ്യിക്കില്ല എന്ന് പറയുന്നു, അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയുന്നു, അതിന് ആഹ്വാനം ചെയ്യുന്നു. ഈ ഫെഫ്കയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാർ ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു പരാമർശം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് അതിന് അദ്ദേഹത്തെ കൊണ്ട് പിറ്റേ ദിവസം തന്നെ മാപ്പ് പറയിപ്പിച്ചു. അതുപോലെ ഇവളെ കൊണ്ട് ഞങ്ങൾ മാപ്പ് പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളെല്ലാം ഈ ഗ്രൂപ്പിലാണുള്ളത്. ഈ ഗ്രൂപ്പിൽ ചർച്ചയാണ്. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഇത് ഈ മെസ്സേജസ് അയച്ച ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതല്ലാതെ ഈ ഇതുപോലത്തെ ഭീഷണി സന്ദേശം അയക്കുകയും പറയുകയും ചെയ്ത ആളുകൾക്കെതിരെ പ്രോപ്പറായ ആക്ഷൻ എടുക്കണമെന്നോ അവരെ പുറത്താക്കണമെന്നതിനപ്പുറത്തേക്ക് എനിക്ക് ആരയച്ചു തന്നു, അവരെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് യൂണിയന്റെ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഈ ഇത്തരത്തിലൊരു കൊലപാതക ഭീഷണി തന്നെയാണ് അത്. സാന്ദ്രയ്ക്കെതിരെ മാത്രമല്ല, സാന്ദ്രയുടെ അച്ഛനെതിരെ പോലും കൊലപാതക ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഒരുക്കുന്ന ആളുകളെ കൂടി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? അവർക്കെതിരെ കൂടി നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. ഇവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് ഇവരുടെ എല്ലാം ഫോൺ
ചെക്ക് ചെയ്യണം, ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എൻ്റെ അച്ഛനെ അടക്കം എന്തെല്ലാം കള്ളക്കഥകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു എന്നും അദ്ദേഹം ഡ്രൈവർ ആണെങ്കിലാണെന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊരു അഭിമാനക്ഷതവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറയുകയും അവർ 500 രൂപ കടം കൊടുത്തതിൽ നിന്നാണ് എന്നെ വളർത്തി വലുതാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കള്ളക്കഥ പറഞ്ഞിറക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു 10 പേര് കേട്ടതിൽ ഒരു 2 പേരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനിത് പുറത്തേക്ക് വിടാതെ ഇരുന്നത്. ഇത്രയും വൃത്തികേട് പറയുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് വിടുക? അപ്പോൾ ഇതിപ്പോൾ മറ്റ് സ്ത്രീകളും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ട് പുറത്തേക്ക് വന്ന് കംപ്ലൈന്റ് പറയുന്നില്ല എന്ന് പറയുന്നതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. അടുത്ത മാസം സിനിമാ കോൺക്ലേവ് നടക്കും. സിനിമാ മേഖലയിലെ നയരൂപീകരണം അടുത്ത മാസം നടക്കും എന്നാണ് പറയുന്നത്. പ്രതീക്ഷ തോന്നുന്നുണ്ടോ ആ വാക്കുകളിൽ സിനിമാ മന്ത്രിയുടെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമാ മന്ത്രി ഇവരുടെ വളരെ അടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നയങ്ങളായിരിക്കാം കൂടുതലും നടക്കുന്നത്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകൾ എടുത്തു നോക്കിയാലും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തികളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് സിനിമാ മന്ത്രി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി. ഇതെല്ലാം പറഞ്ഞ് ഒരു മറുപടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നൊക്കെ ഞാൻ എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ കോൺക്ലേവ് എന്ന് പറയുന്നു, ഇപ്പം ഫിലിം പോളിസി, ഇപ്പം ഷാജി സാറ് മരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കോൺക്ലേവ് എത്രയോ നാളുകളായി പറയുന്നു. അത് അടുത്ത നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നല്ല കാര്യം. സിനിമയിൽ മാറ്റങ്ങൾ വരണം. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ വരണം. കാര്യം ഇത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചു പേര് ഒരു മാഫിയ പോലെ നിന്ന് അത് പല അസോസിയേഷൻസ് ആയിട്ടാണ് എന്ന് മാത്രം. ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അത് പൊതുസമൂഹത്തിന് കാണുമ്പോൾ മനസ്സിലാവില്ല എങ്കിൽ പോലും ഒരു വലിയ മാഫിയാണ്. അതിനെഗെയിൻസ്റ്റ് ഒരു വ്യക്തിക്കോ 2 വ്യക്തികൾക്കോ ഒന്നും നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. സാന്ദ്ര, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു ഹാഷ്ടാഗാണ് ചിന്മയെ തിരിച്ച് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുള്ള ഹാഷ്ടാഗ്. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് അവരെ എത്രയോ കാലമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. വൈരമുത്തു എന്ന് പറയുന്ന അതികായനെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്നു. അവസാനം അവർക്ക് ഒരു സ്റ്റേജ് ഷോയിൽ പകരക്കാരിയായി പാട്ട് പാടേണ്ടി വരുന്നു. ആ പാട്ട് ജനം ഏറ്റെടുക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നു. ഒരു പക്ഷേ പ്രേക്ഷകർ കൂടി ഉണരണം എന്ന് തോന്നുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടി ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ എന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ കൂടെ ഉള്ളത് പ്രേക്ഷകരാണ്. എനിക്ക് എനിക്ക് വരുന്ന മെസ്സേജസ്, എനിക്ക് വരുന്ന സപ്പോർട്ട്, ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം അവർ എനിക്കെതിരെ 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തപ്പോൾ എത്രയോ പേരാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് 50 പൈസ പോലും തരില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരാണ് കൂടെ നിൽക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഗതി കെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇറങ്ങി വെളിയിലോട്ട് വന്ന് ശരിക്കും ആഗ്രഹിച്ചിട്ടല്ല. എനിക്കിങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഏത് നേരവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനും ഇതുപോലെ എനിക്കിങ്ങനെ പറ്റി എനിക്കിങ്ങനെ അത് ഒട്ടും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വേറെ നിവൃത്തിയില്ല, വേറെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ലിറ്ററലി എൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിഷയങ്ങൾ പുറത്ത് പറയാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായി. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സാന്ദ്ര തോമസ്. ഈ ഘട്ടത്തിൽ നമ്മളോട് വന്ന് സംസാരിച്ചതിന്, പ്രതികരിച്ചതിന്. ധീരമായ പോരാട്ടങ്ങൾ തന്നെയാണ് സാന്ദ്ര നടത്തുന്നത്. അതിന് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് നമ്മൾ കൂടി ആ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. സാന്ദ്ര അടക്കമുള്ളവർ ഈ രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ ഒരുപാട് ശബ്ദമില്ലാത്ത ആളുകൾക്ക് അത് കരുത്താവുകയുള്ളൂ, പോരാട്ടത്തിന് ബലമാവുകയുള്ളൂ.